ക്രിക്കറ്റ് ലോകത്ത് നമ്മൾ ഒരുപാട് അവിശ്വസനീയമായ കഥകൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഭാഗ്യമെന്ന് നമ്മൾ വിളിക്കുന്ന ഒരു നിമിഷം ഒരു മനുഷ്യന്റെ ജീവിതത്തെയും ഒരു വലിയ ഫ്രാഞ്ചൈസിയുടെ വിധിയെയും തന്നെ എങ്ങനെ മാറ്റിമറിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. അതെ, IPL 2026 ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് തുടർച്ചയായി രണ്ടാം തവണയും ആ കിരീടം ബാംഗ്ലൂർ സ്വന്തമാക്കിയപ്പോൾ ആർക്കും നേടാൻ കഴിയാത്തത് നേടിക്കൊടുത്ത ഒരു നായകനുണ്ട്, രജത് പാട്ടീദാർ. ഇന്ന് RCB ആരാധകരുടെ ദൈവമാണ് അദ്ദേഹം. പക്ഷേ ഈ പാട്ടീദാർ ഒരിക്കൽ RCBയിലേക്ക് വരാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്ക് ബാംഗ്ലൂർ ടീമിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു, എൻ്റെ കല്യാണം ഉറപ്പിച്ച സമയമായിരുന്നു അത് എന്ന് പാട്ടീദാർ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ കഥ? നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. 2021 IPL മിനി ലേലത്തിലാണ് രജത് പാട്ടീദാറിനെ വെറും 20 ലക്ഷം രൂപയ്ക്ക് RCB സ്വന്തമാക്കുന്നത്. എന്നാൽ ആ സീസണിൽ 4 മത്സരങ്ങളിൽ നിന്ന് വെറും 71 റൺസ് മാത്രമാണ് പാട്ടീദാർ നേടാൻ കഴിഞ്ഞത്. ഒരു തകർപ്പൻ പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഫലം എന്തായിരുന്നു എന്ന് വെച്ചാൽ തൊട്ടടുത്ത വർഷം, അതായത് 2022 മെഗാലേലത്തിൽ ഒരു ടീം പോലും പാട്ടീദാറിനെ വിളിച്ചില്ല. ലേലത്തിൽ വിറ്റുപോകാത്ത ഒരു താരം ക്രിക്കറ്റ് കളിക്കാരെ സംബന്ധിച്ച് അതൊരു വലിയ നിരാശയുടെ സമയമാണ്. തൻ്റെ IPL കരിയർ അവസാനിച്ചു എന്ന് കരുതി പാട്ടീദാർ തൻ്റെ വ്യക്തിജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ വിവാഹം നിശ്ചയിച്ചു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി RCB ക്യാമ്പിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. 2022 സീസണിൻ്റെ പകുതിയിൽ RCB താരം ലവ്നീത് സിസോദിയയ്ക്ക് പരിക്കേൽക്കുന്നു. പകരക്കാരനായി അവർ തിരഞ്ഞെടുത്ത് രജത് പാട്ടീദാറിനെയായിരുന്നു. അടുത്തിടെ റൊട്ടോറിസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പാട്ടീദാർ ആ നിമിഷത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. പാട്ടീദാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ എനിക്ക് RCB ടീമിലേക്ക് വീണ്ടും പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നെ അവർ വിളിക്കുന്നത് ഒരു റീപ്ലേസ്മെൻറ്റ് പ്ലെയർ ആയിട്ടാണ്. അങ്ങനെ പോയാൽ അവർ എനിക്ക് കളിക്കാൻ അവസരം തരില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ടീം മാനേജ്മെൻറ്റ് എന്നോട് പറഞ്ഞതും അതുതന്നെയാണ്: നീ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്, അതുകൊണ്ട് റിലാക്സ് ചെയ്യ്, ആർക്കെങ്കിലും പരിക്കേറ്റാൽ മാത്രം നിനക്ക് ചാൻസ് തരാം. ഇത് മാത്രമല്ല, ആ സമയത്ത് പാട്ടീദാറിൻ്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. വെറുതെ ടീമിൻ്റെ ബെഞ്ചിൽ പോയി ഇരിക്കാൻ വേണ്ടി തൻ്റെ കല്യാണം മാറ്റിവെക്കണോ എന്ന ചിന്തയിലായിരുന്നു അദ്ദേഹം. എനിക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല എന്ന് ഞാൻ വീട്ടുകാരോടും സുഹൃത്തുക്കളോടും വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാണ് പാട്ടീദാർ വെളിപ്പെടുത്തിയത്. പക്ഷേ പലരുമായി ആലോചിച്ച ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. കല്യാണം മാറ്റിവെച്ച് അദ്ദേഹം RCB ക്യാമ്പിലേക്ക് വണ്ടി കയറി. ആ ഒരു തീരുമാനം ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. അങ്ങനെ മനസ്സോടെ RCBയിലെത്തിയ പാട്ടീദാറിന് അവസരം ലഭിച്ചു. 2022 ആ എലിമിനേറ്റർ മത്സരം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അന്ന് KL രാഹുലിൻ്റെ ലക്നൌവിനെതിരെ പാട്ടീദാർ അടിച്ചുകൂട്ടിയത് വെറും 54 പന്തിൽ നിന്ന് പുറത്താകാതെ 112 റൺസായിരുന്നു. IPL പ്ലേ ഓഫിൽ സെഞ്ചുറി നേടുന്ന ആദ്യ അൺക്യാപ്ഡ് പ്ലെയറായി പാട്ടീദാർ മാറി. അവിടെ തുടങ്ങി രജത് പാട്ടീദാർ എന്ന ഇതിഹാസത്തിൻ്റെ RCBയിലെ രണ്ടാം വരവ്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. RCB ആരാധകരുടെ നെടും തൂണായി അദ്ദേഹം മാറി. കഥ അവിടെയും തീരുന്നില്ല. 2025 മെഗാലേലത്തിന് ശേഷം RCB മാനേജ്മെൻറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം രജത് പാട്ടീദാറിനെ ഏൽപ്പിക്കുന്നു. വർഷങ്ങളായി വിരാട് കോഹ്ലിക്കും AB ഡിവിലിയേഴ്സിനും ക്രിസ് ഗെയിലിനുമൊന്നും സാധിക്കാത്തത് 2025 ക്യാപ്റ്റനായി ആദ്യ സീസണിൽ തന്നെ പാട്ടീദാർ RCBക്ക് നേടിക്കൊടുത്തു. അവരുടെ ചരിത്രത്തിലെ ആദ്യ IPL കിരീടം. ഇതാ ഇപ്പോൾ 2026 ഫൈനലിലും ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്ത് തുടർച്ചയായി രണ്ടാം തവണയും RCBയെ ചാമ്പ്യന്മാരാക്കിയിരിക്കുകയാണ് ഈ മധ്യപ്രദേശുകാരൻ. വരാൻ മടിച്ച ഒരു ടീമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ഇന്ന് രജത് പാട്ടീദാർ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല വിധി നമുക്കായി കാത്തിവെച്ചിരിക്കുന്നത്. അന്ന് ബെഞ്ചിലിരിക്കേണ്ടി വരുമെന്ന് കരുതി പാട്ടീദാർ വരാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് RCBയുടെ ക്യാബിനറ്റിൽ ഈ 2 IPL ട്രോഫികൾ ഉണ്ടാകുമായിരുന്നില്ല. വിധി കാത്തുവച്ച ആ നിയോഗത്തിന് മുന്നിൽ പാട്ടീദാർ വഴങ്ങി. ഇന്ന് അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമാണ്.